എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി നമ്മളൊന്ന് സഹായിക്കണമെന്ന് തീർച്ചയായിട്ടും അഭ്യർത്ഥിക്കണം. കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ പുറകിൽ മാത്രം എനിക്ക് പോയത് നിൽക്കാം. പക്ഷേ ഇത്രയും ആൾക്കാർ പലിശക്കെടുത്തും സ്വർണ്ണം പണയമൊക്കെ വെച്ച് തന്ന പൈസയാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ഒരുപക്ഷെ കേസിൻ്റെ പുറകെ പോയി എത്ര കാലം എടുക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല പൈസ കിട്ടാൻ വേണ്ടി. നിങ്ങളതാ ഇങ്ങനെ ഒരു ജെൻസിൻ്റെ വാച്ച് അല്ലെങ്കിൽ ലേഡീസ് വാച്ച് അല്ലെങ്കിൽ ബിബിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗുകൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും അതിൻ്റെ കൂടെ ഒരു 5 ഭാഗ്യം കൂടെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കാരണം ബിബിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ബിബിനെ എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? ഇപ്പം നമ്മളിത് രണ്ടാമത്തെ കൊറിയറാണ് അയക്കുന്നത്. ആദ്യത്തെ കൊറിയർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ കൊറിയറിന് നമ്മളിപ്പോൾ അയക്കാനുള്ള എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഇതെല്ലാം. ഇപ്പം ഇത് കൊണ്ടുപോകാനായിട്ട് പോവാം. അപ്പം ഇത് നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഒരു കൂപ്പൺ മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം ഇത് എത്ര പേര് കൂപ്പൺ എടുത്താലും അവർക്കൊരു നഷ്ടം വരുന്നില്ല ഇതിനകത്ത്. അവർ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു മുതൽ അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീടാണ് നറുക്കെടുപ്പിലൂടെ. അതായത് ഈ പ്രോഡക്റ്റ് വാങ്ങി ആ കൂപ്പൺ നമ്മൾ നറുക്കെടുക്കും. അത് ജനുവരി 15-ാം തീയതിയാണ് നറുക്കെടുക്കുന്നത്. അവർക്ക് ഈ ഒന്നാം സമ്മാനമായിട്ട് ഈ വീട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 3 പേർക്ക് 5 സെന്റ് വസ്തു വീതം 5-ാം സമ്മാനം ഒരു സ്വിഫ്റ്റ് കാറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം 2026 ജനുവരി 15-ാം തീയതി നറുക്കെടുക്കാൻ പോകുന്നത് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനോടൊപ്പം കിട്ടുന്ന കൂപ്പണുകളാണ്. ഞാൻ പറയുന്നത് ബിബിനെ എല്ലാവർക്കും അറിയില്ലായിരിക്കും. ഒരു പക്ഷേ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം. ബിബിനൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. 1,55,00,000 രൂപ ബിബിൻ്റെ നഷ്ടപ്പെട്ടു പോയി. 48 ആളുകൾ ബിബിനെ ഏൽപ്പിച്ച പണമാണ് വിസ എടുത്ത് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് 2 രാജ്യത്തായിട്ട്. അതിൽ പല ആൾക്കാരും ഇന്നിപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ അവർക്ക് 1.5 മാസം കൂടെ സമയമുള്ളൂ നമുക്ക് ഇനി ഈ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട്. എല്ലാവർക്കും അറിയാം കരുനാഗപ്പള്ളി സ്വദേശിയാണ് ബിബിൻ. ശ്രീബുദ്ധ സെൻട്രൽ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാനും താമസിക്കുന്നത്, ബിബിനും താമസിക്കുന്നത്. ബിബിൻ്റെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഒരു 7 മാസമായിട്ട് ബിബിൻ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് കുറേ ആൾക്കാരെ സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്. ബിബിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറുകൾ അതുപോലെ മറ്റു കുറേ കാര്യങ്ങളൊക്കെ വിറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. പണയം വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫിനാൻസ് ഉള്ള വാഹനങ്ങൾ വിൽക്കാൻ പറ്റത്തില്ല, പണയം വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം പോരാതെ വന്നപ്പം കൊണ്ടുവന്നൊരു ആശയമാണിത്. ഇങ്ങനെ പല ആൾക്കാരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബിബിനെ ഒന്ന് സഹായിക്കേണ്ടതായിട്ടുള്ളൊരു കടമയുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ അയൽക്കാരനാണ്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്. കമൻറ്റും ഷെയറും ചെയ്ത് നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് വേണ്ട, പകരം ബിബിനെ സഹായിച്ചാൽ മാത്രം മതി. അങ്ങനെ വരുന്ന പ്രൊഡക്റ്റുകൾ ഞങ്ങളും ബാക്കി മാറ്റി വെച്ചിട്ട് ഈ പറയുന്നത് ദിവസം ലക്കി ടിക്കറ്റ് എടുക്കുന്ന ദിവസം തന്നെ ഈ കമൻറ്റും ഷെയറും ചെയ്ത എത്ര പ്രൊഡക്റ്റ് ഉണ്ടോ എണ്ണം പറയാൻ പറ്റുന്നില്ല അത്രയും പ്രൊഡക്റ്റുകൾ അവരുടെ കൈകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ബിബിനെ പരമാവധി എല്ലാവരും സഹായിക്കുക. ആരും ഇങ്ങനെ ഈ വിസയ്ക്ക് കൊടുത്ത പണമൊന്നും തിരിച്ചു കൊടുക്കത്തില്ല. അതും 1,55,00,000 രൂപയുണ്ട്. അത്രയും പണം ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപനത്തിൽ ആളുകൾ കൊണ്ടു കൊടുത്തതാണ്. നമ്മുടെ നാട്ടുകാരുണ്ട്, കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ കോട്ടയത്തുനിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാരുണ്ട്. കൂടുതലും കരുനാഗപ്പള്ളി ആൾക്കാരാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം 48 ആളുകളാണുള്ളത്. അവർക്കെല്ലാം ഇതിൻ്റെ കൃത്യമായ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഇത് ചിന്തിക്കുന്നുണ്ടാകും. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിരന്തരമായി കാണുന്നുണ്ട് ചാനലിലൊക്കെ. സമ്മാനങ്ങൾ കൊടുക്കാതിരിക്കുന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരുത്തില്ല. 100% വളരെ ജെന്യൂനായിട്ട് 14 ജില്ലയിൽ നിന്നും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു ഇവൻ്റായിട്ട് നല്ലൊരു സക്സസ് ആക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഗ്രാമായിട്ട് കൃത്യമായ കൈകളിലേക്ക് എത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് അത് എഗ്രിമെൻ്റ് ആയതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആർക്കും യാതൊരു തരത്തിലുള്ള പരാതിയും ഉണ്ടാവില്ല, തീർച്ചയാണ്. അതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കൂപ്പൺ കൊടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. 700 രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള വെർത്തായിട്ടുള്ള സാധനമാണ് കിട്ടുന്നത്. ഒന്നെങ്കിൽ ബാഗ് കിട്ടും, അല്ലെങ്കിൽ ജെൻസിൻ്റെ വാച്ച് കിട്ടും, അല്ലെങ്കിൽ ലേഡീസിൻ്റെ വാച്ച് കിട്ടും. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക, സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി എന്താ പറയാനുള്ളത്? എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി നമ്മളൊന്ന് സഹായിക്കണമെന്ന് തീർച്ചയായിട്ടും അഭ്യർത്ഥിക്കണം. കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ പുറകിൽ മാത്രം എനിക്ക് പോയത് നിൽക്കാം. പക്ഷേ ഇത്രയും ആൾക്കാർ പലിശക്കെടുത്തും സ്വർണ്ണം പണയമൊക്കെ വെച്ച് തന്ന പൈസയാണ്. അപ്പം അത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ഒരുപക്ഷെ കേസിൻ്റെ പുറകെ പോയി എത്ര കാലം എടുക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല പൈസ കിട്ടാൻ വേണ്ടി. അപ്പം അത്രയും നാൾ ഇവരുടെ ശാപം ഒന്നും പിടിച്ചു വെക്കാൻ താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക. അത് മാത്രമല്ല, ഈ പ്രോഡക്റ്റ് എങ്ങനെ വാങ്ങണമെന്നുള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾ QR എന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് QR കോഡ് അയച്ചു തരും. പൈസ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് പിറ്റേന്ന് തന്നെ അയച്ചു തരും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിബിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. ഇവിടെ തന്നെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നതിനുപരി എനിക്ക് എല്ലാ ആൾക്കാരോടും ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പല ആൾക്കാരും എന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിച്ചു, നിങ്ങളെ പറ്റിച്ച ആളുടെ ഫോട്ടോ വെക്കാത്ത എന്താണ്.
അപ്പോൾ ഒരാളുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്, മൂവാറ്റുപുഴക്കാരനാണ്. ഇന്നത്തെ ഈ വീഡിയോടൊപ്പം ഫോട്ടോയും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും അതിലുപരി ഈ കാണുന്ന ആൾക്കാർക്ക് പുള്ളി അറിയാമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സഹായിക്കണം. അതിലുപരി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ജോലി ആവശ്യത്തിന് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ജെനുവിനിറ്റി അന്വേഷിക്കുക. ഒരു നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഇതിന്റെ പേരിൽ വലിയൊരു സ്കാമിങ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പെട്ട പൈസ, എനിക്ക് പറ്റിയ കൂട്ടൊരു അബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റരുത്. ഇപ്പൊ ഞാനൊരാള് ഇത് ഇത്രയും പേര് എന്നെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും ന്യൂസുകൾ കാണുന്നതാണ്. പല ആൾക്കാരും വിസ പറ്റിച്ചുകൊണ്ട് പോകുന്നു, നാട് വിട്ടു പോകുന്നു. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. ഇത്രയും ആൾക്കാരുടെ പൈസ കൊടുക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ലക്ഷ്യം. അതെ, ഞാനത് ഈ വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട്. പല ആൾക്കാർ നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ തൊട്ട അയൽവാസിയാണ്. എൻ്റെ അയൽവാസിക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പം നമ്മളിത് ചെയ്ത് നടക്കുന്ന ഒരാളാണ്, ഈ പരസ്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആളാണ്. എനിക്ക് ചെയ്തേ മതിയാവുള്ളൂ, ആരെന്തൊക്കെ കുറ്റം പറഞ്ഞാലും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 48 ആളുകൾ എവിടെ നിന്നെല്ലാം പലിശയ്ക്ക് എടുത്തിട്ടൊക്കെ കൊണ്ടുവന്ന പൈസയാണ് നിരന്തരം ഇവിടെ വന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിപിനെ. അവർക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ വേറെ ആളുടെ നിന്ന് കിട്ടിയിട്ട് കൊടുക്കാൻ കാത്തിരുന്ന മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോൾ എടുത്തെന്ന് വരും. ഏതായാലും ഒരാളുടെ ഫോട്ടോ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. കുറേ ആൾക്കാരെയൊക്കെ നമ്മളറിയാം. ഞാനും തിരക്കി പോയിട്ടുണ്ട്, സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി എത്രയും വേഗം അവരിലേക്ക് എത്തുമെന്ന് അവരും ഈ വീഡിയോ കാണുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇതുപോലെ ഇനി ആരുടെ ചെയ്യരുത്. ഇതൊരു സാധാ ഒരു 10-36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ. ഇവനൊരു 2 പെൺമക്കളുണ്ട്, അച്ഛനും അമ്മയുണ്ട്, സഹോദരനുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുടുംബം വിറ്റു കൊടുക്കേണ്ട ഒരു ഗതികേടിൽ നിങ്ങൾ ആക്കിയിട്ട് നിങ്ങൾ സുഖിച്ച് ജീവിക്കാമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ പുറകിലുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ നിയമത്തെയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇവിടുത്തെ പോലീസിനും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവർ ഈ പണം ഞങ്ങൾക്ക് തിരിച്ചു വാങ്ങി തരുമെന്നും വിശ്വാസമുണ്ട്. അത് എപ്പോഴെങ്കിലും കിട്ടിയിട്ട് ഇവർക്ക് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. ഇതിന് പരമാവധി ആളുകൾ സപ്പോർട്ട് ചെയ്യുക. ദയവ് ചെയ്ത് നെഗറ്റീവുകളായിട്ട് എത്താതെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന നല്ല കമൻറ്റുകൾ ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.